ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ നോ ഇറ്റ്സ് ബീൻ എ വൈൽ ബിക്കോസ് ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഞാനപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വെറും ഒരു 2 ദിവസത്തെ ട്രിപ്പാട്ടോ. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. അപ്പം ഏർലി മോർണിംഗ് ട്രെയിനായിരുന്നു ഞാൻ പോകുന്നത്. മാംഗ്ലൂർ ടു കാലിക്കറ്റാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാനങ്ങനെ കോഫി ടീ പേഴ്സണൊന്നുമല്ല, പക്ഷേ രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കോഫിയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ നല്ല മഴക്കാറുണ്ടായി, നല്ല മഴ പെയ്യുന്നൊരു മൂഡായിരുന്നു. ആക്ച്വലി മാംഗ്ലൂർ മഴയൊന്നുമില്ല, പക്ഷേ പോകുന്ന വഴിയിൽ മാംഗ്ലൂരൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഡോറിൻ്റെ അവിടെയൊക്കെ വന്ന് നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടു. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊരു വൈബ് ഉണ്ടായില്ല. അപ്പോൾ മഴ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഡോറിൻ്റെ സൈഡിൽ വന്ന് നിന്നു. പിന്നെ ഞാൻ വീണ്ടും സീറ്റിൽ വന്നിരുന്ന് എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ ആ ബുക്ക് വായിച്ചു. ഞാനങ്ങനെ ബുക്കൊന്നും വായിക്കുന്ന ഒരാളല്ല കേട്ടോ. പക്ഷേ മെൻ്റലി ഞാൻ കുറച്ച് ബാക്കായതുകൊണ്ട് ഞാനിപ്പം എന്ത് ചെയ്തു, കുറച്ച് ബുക്കൊക്കെ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ബുക്കൊക്കെ എടുത്ത് വെച്ച് വീണ്ടും ഞാൻ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു. അങ്ങനെ അവസാനം ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ നാട്ടിലെത്തി. ഞാൻ ഫറോക്കാണ് ഇറങ്ങാറ്, അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ എളുപ്പം. അപ്പം ഞാൻ ഫറോക്ക് ഇറങ്ങി. അവിടെ നല്ല മഴയായിരുന്നു. ഇറങ്ങി പാടെ ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ പുറത്തൊക്കെ നല്ല മഴ. നാട്ടിൽ വരുന്ന വഴിയിൽ കണ്ടതിനെക്കാട്ടും മഴയായിരുന്നു നാട്ടിൽ. അങ്ങനെ ഞാൻ ചേച്ചീൻ്റെ മോളെയും കണ്ടു. ഞങ്ങളിത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കുക. നൈനിക ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അവിടെ എത്തി നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ടായി. കുട മര്യാദയ്ക്ക് പിടിക്കാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ഫുള്ള് മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ടായി. അപ്പോഴത്തേക്കും പാറക്കുട്ടി വന്നു. ഇതിന് ചേച്ചീൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ ആൾ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളെ കൂടെ കളിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണി ലോലിപോപ്പും ആയിരുന്നു. ചിക്കൻ ലോലിപോപ്പും ആയിരുന്നു. ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ നാട്ടിൽ രാമനാട്ടുകര ഇങ്ങനെ ഇത്ര നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് ന്യൂലി ലോഞ്ച്ഡ് ആണ്. ബട്ട് സ്റ്റിൽ അവിടുത്തെ ഫുഡും ആ ഒരു ആംബിയൻസും ഒക്കെ ഭയങ്കര ബെസ്റ്റായിരുന്നു. ഈ ഫുഡ് ബിരിയാണി നന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ കാണുന്ന സംഭവം ഓർഡർ ചെയ്തു. ഇതെന്താണെന്ന് ചോദിച്ചാൽ കുനാഫയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് കുനാഫ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു റൗണ്ട് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെയാണ് വന്നത്. ഇതെന്തോ ചിക്കൻ കുനാഫ എന്തോ ആയിരുന്നു. ഒരു ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല. നൈനികയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് അങ്ങനെ ഒപ്പീനിയനൊന്നും പറഞ്ഞിട്ടില്ല. ടേസ്റ്റ് ഉണ്ടെന്നോ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ കഴിക്കുന്നത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പാറക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോയി വേറെ ടെക്സ്റ്റൈൽസിലേക്ക്. അവിടെ കുറച്ച് നേരം ഞാനും നൈനിക്കും ബോറടിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരം നൈനിക പാറക്കുട്ടീനെ കളിപ്പിക്കാൻ പോയി. ഞാനും പാറക്കുട്ടിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേഗം വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.